ിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും ദെൻ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഷേപ്പാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ദെൻ അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ആണോ? ഞാൻ പറയുന്നതൊക്കെ ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫിഗറാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. എന്താണ് ക്യൂബോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലെയ്മാൻ ലാംഗ്വേജിൽ നമ്മൾ പറയുവാണെങ്കിൽ നമുക്കറിയാം 3 ഡയമെൻഷണൽ ഷേപ്സ് എന്ന് പറയുമ്പം അതിന് പ്രധാനമായിട്ടും 3 സംഗതികളാണ് ഉള്ളത്. ലെങ്ത്, ബ്രെഡ്ത്ത്, ദെൻ ഹൈറ്റ് അല്ലേ. നമുക്കറിയാം ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആയിട്ടുള്ള 3 ഡയമെൻഷണൽ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂബോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ അല്ലാത്ത ക്യൂബിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂബോയിഡ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ബുക്കിഷ് ഡെഫിനിഷൻ പറയുവാണെങ്കിൽ 6 റെക്ടാങ്കുലർ ഷേപ്സ് കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന 3 ഡയമെൻഷണൽ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂബോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂബോയിഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, 6 റെക്ടാങ്കുലർ ഫേസസ് കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഫിഗർ അല്ലെങ്കിൽ ഒരു 3D ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂബോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ക്യൂബോയിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും അല്ലെങ്കിൽ ലെങ്തും വെഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ക്യൂബ് അടിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞു. എന്നാൽ ക്യൂബോയിഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്, ഡിഫറൻ്റ് ആണ്. ക്യൂബോയിഡിൻ്റെ മറ്റൊരു പേരാണ് റെക്റ്റാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂബോയിഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 റെക്റ്റാങ്കുലർ ഫേസസ് കൊണ്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഫിഗറിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ക്യൂബോയിഡിൻ്റെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ക്യൂബോയിഡിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, റെക്റ്റാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ബെയർ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ക്യൂബോയിഡിന് എത്ര ഫേസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഫേസ് ഉണ്ട്, നമുക്കറിയാം ക്യൂബ് തന്നെയാണ് ക്യൂബോയിഡ് അല്ലേ. അപ്പോൾ ഈ ക്യൂബോയിഡിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആകുമ്പോൾ അതിനെ നമ്മൾ ക്യൂബ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ക്യൂബിന് 6 ഫേസസ് ആണുള്ളത്, അതുകൊണ്ട് ക്യൂബോയിഡിന് എന്താ ഉള്ളത്, 6 ഫേസസ് ആണുള്ളത്. ഈ 6 ഫേസസ് എന്തായിരിക്കും, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതായിരിക്കും അല്ലേ. കാര്യം 6 റെക്റ്റാങ്കുലർ ഫേസസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്യൂബോയിഡ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ഫേസസ് ഉണ്ടായിരിക്കും. ദെൻ എത്ര വേർട്ടെക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര വേർട്ടെക്സ് ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 3 4 അല്ലേ. അതുകൂട്ട് 5 6 7 8 അല്ലേ. നമ്മൾ നേരത്തെ ക്യൂബിൽ പഠിച്ച കൂട്ട് തന്നെ 8 വേർട്ടെക്സ് ആണ് എന്തിനുള്ളത്, ക്യൂബോയിഡിന് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് എന്താണ്, എഡ്ജാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്ര എഡ്ജസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എഡ്ജസ് ഉണ്ട്, നമുക്കറിയാം എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, വേർട്ടെക്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്ന, എഡ്ജ് എന്ന് നമ്മൾ പറയുന്നത്. എത്ര എഡ്ജ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, 12 എഡ്ജസ് ആണുള്ളത്. നോക്കിക്കേ, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 4 അല്ലേ. അപ്പോൾ ഇവിടെ 4 എഡ്ജസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ എന്ത് കാണും, 4 എഡ്ജസ് കാണും. അപ്പോൾ 4 4 8 അല്ലേ. അപ്പോൾ അതുകൂട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 എണ്ണം ഉണ്ട്, 8 2 10. അതേ കൂട്ടം എന്തുണ്ട്, ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ. അങ്ങനെ ടോട്ടലി 8 + 4 എത്ര കിട്ടും നമുക്ക്, 12 എഡ്ജ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, ഡയഗണൽസ് എത്രയാണ് ഉള്ളത്, നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, റെക്റ്റാങ്കുലർ ഫേസ് ആണ്, അവിടെ നമുക്കൊരു ഡയഗണൽ പോസിബിൾ ആണ് അല്ലേ. അങ്ങനത്തെ എത്ര ഫേസ് ഉണ്ട്, 6 ഫേസസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ നമുക്ക് 2 ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 6 എണ്ണത്തിലാകുമ്പോൾ എത്ര ഉണ്ട്, 2 ഡയഗണൽസ് നമുക്ക്, ഫേസ് ഡയഗണൽസ് നമുക്ക് കിട്ടും. അതുകൂട്ട് എന്തുണ്ട്, ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിൽ എന്തുകൊണ്ട്, ഡയഗണൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്പേസ് ഡയഗണൽസ് എത്ര എണ്ണം പറ്റും നമുക്ക്, 4 സ്പേസ് ഡയഗണൽസും പറ്റും. അങ്ങനെ ടോട്ടലി നമുക്ക് 16 ഡയഗണൽസ് ആണ് എന്തിനുള്ളത്, ഒരു ക്യൂബോയിഡിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ. അപ്പോൾ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 6 റെക്റ്റാങ്കുലർ ഫേസസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂബോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ക്യൂബോയിഡിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, റെക്റ്റാങ്കുലർ പ്രിസം എന്ന് നമ്മൾ പറയുന്നത്. ക്യൂബോയിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്യൂബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ലെങ്തും വിഡ്ത്തും അല്ലെങ്കിൽ ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്, ഡിഫറൻ്റ് ആണ്. ക്യൂബിലാണെന്നുണ്ടെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്, ഈക്വൽ ആണ്. ഇനി ക്യൂബോയിഡിന് എത്ര ഫേസസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം, ബൈ ഡെഫിനിഷൻ വെച്ച് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 6 റെക്റ്റാങ്കുലർ ഫേസസ് ആണ് ക്യൂബോയിഡിനുള്ളത്. എത്ര വേർട്ടെക്സ് അല്ലെങ്കിൽ എത്ര മൂലകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എത്രയാണ്, 8 വേർട്ടെക്സുകളാണ് ക്യൂബോയിഡിനുള്ളത്. എത്ര
എഡ്ജസ് ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 എഡ്ജസ് ആണ് ക്യൂബോയിഡിനുള്ളത്. എത്ര ഡയഗണൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? നമ്മുടെ ഫേസ് ഡയഗണൽസ് എന്ന് പറയുന്നത് 12 എണ്ണവും ദെൻ സ്പേസ് ഡയഗണൽസ് 4 എണ്ണവും ചേർത്തിട്ട് ടോട്ടലി 16 ഡയഗണൽസ് ആണ് എവിടെ ഉള്ളത്? നമ്മുടെ ക്യൂബോയിഡിനകത്ത് നമുക്ക് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ക്യൂബോയിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബോയിഡിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു ജോമെട്രിക്കൽ ഫിഗർ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കും അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മെഷർമെൻറ്റ് ആസ്പെക്റ്റും കൂടെ നമ്മൾ നോക്കും. മെഷർമെൻറ്റിൽ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ്? നമുക്ക് വോളിയം പഠിക്കാനുണ്ട്, ദെൻ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്, ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ദെൻ ഡയഗണൽസിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത് പഠിക്കാനുണ്ട്. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മളൊരു 3D ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ട മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ക്യൂബോയിഡിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു ജോമെട്രിക്കൽ ഫിഗറിൻ്റെയും വോളിയം എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു 3 ഡയമെൻഷണൽ ഫിഗറിൻ്റെ വോളിയം നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ക്യൂബോയിഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിളിന് ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട് അല്ലേ? ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ബേസ് ഏരിയ നമുക്ക് എന്ത് മനസ്സിലായി? L ഇൻറ്റു ബി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഹൈറ്റ് എത്രയാണ്? H ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് സംഗതി നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. വോളിയം എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്. എന്ത് ചെയ്തു? ബേസ് ഏരിയനെ നമ്മൾ എന്ത് ചെയ്തു? ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം ക്യൂബോയിഡിൻ്റെ ബേസ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് കിട്ടി. അവിടെ നമ്മൾ ഉറപ്പിച്ചു എന്താണ്? ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, കാരണം നമ്മൾ ഈ പറയുന്ന ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്കിത് യൂസ്ഫുൾ ആവത്തുള്ളൂ. കാര്യം ഞാൻ നിങ്ങളുടെ ഷോർട്ട് കട്ട് നിങ്ങളെ പഠിപ്പിക്കും. കാര്യം പ്രിലിംസിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഷോർട്ട് കട്ടാണ്. പക്ഷേ എന്നാലും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിംസും മെയിൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. സോ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ദെൻ അതുകൂടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സംഗതി നമ്മൾ പഠിച്ചു എന്താണ് ക്യൂബോയിഡിൻ്റെ എന്തെന്ന് പറയുന്നത്? വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണെന്നും നമുക്ക് എന്ത് ചെയ്തു? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ അല്ലേ? അപ്പോൾ എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് നമുക്കറിയാം അല്ലേ? ഏതൊരു 3D ഫിഗറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാൾസിൻ്റെ ഏരിയാസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു ക്യൂബോയിഡ് ഷേപ്പാണ് അല്ലേ? ഫോൺ എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡ് ഷേപ്പ് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ പറഞ്ഞാൽ എന്താ? ഈ ബാക്കിലത്തെ പോർഷൻ, ഈ ഫ്രണ്ടിലത്തെ പോർഷൻ, ഈ സൈഡിലത്തെ ഈ 2 പോർഷൻസ് അല്ലേ? ഇത് രണ്ടും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത്, ഇത് 4ഉം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്കറിയാം എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഫിഗറാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഉണ്ട് ബ്രെഡ്ത്ത് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാം? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിൻ്റെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? സം ഓഫ് ബൗണ്ടറീസ് ആണ്. അപ്പോൾ ഇതും L ആണ്, ഇതും B ആണ്. അപ്പോൾ നമുക്ക് എന്താ? L പ്ലസ് ബി പ്ലസ് L പ്ലസ് ബി, അതായത് 2L പ്ലസ് 2B എന്ന് കിട്ടും. അവിടെ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു L പ്ലസ് ബി ആണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്ന ഇക്വേഷനാണ് ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു L പ്ലസ് ബി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ബേസ് പെരിമീറ്റർ കിട്ടി 2 ഇൻറ്റു L പ്ലസ് ബി. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2LH പ്ലസ് 2BH അല്ലേ? 2LH പ്ലസ് 2BH ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നമ്മുടെ ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു LH പ്ലസ്
ബി എച്ച് എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. അതെങ്ങനെയാണ് വന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ ചെയ്തത്? റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × L+B ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 2L + 2B ആണ് നമ്മുടെ പെരിമീറ്റർ എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് പെരിമീറ്റർ നമ്മൾ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × LH + BH, അതായത് 2LH + 2BH എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 2 × LH + BH എന്ന് നമുക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് എന്തായി? ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ വേണം? നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കൂടി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ സർഫസ് ഏരിയ കൂടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് എന്താണ്? ഏരിയ ഓഫ് ബേസസ് ആണ്. നമുക്കറിയാം നമ്മുടെ ക്യൂബോയിഡിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ഷേപ്പാണ്, അതിൻ്റെ ടോപ്പും റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? LB ആണല്ലേ. ഇവിടെ LB. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? 2LH + 2BH. ഇനി എന്തുണ്ട് നമുക്ക്? ഇവിടെ ഒരു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. ബേസിന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതിൻ്റെ ടോപ്പിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2LB എന്ന് കിട്ടും. അവിടെ നിന്ന് ഒരു 2 ഇങ്ങനെ കോമൺ എടുത്താൽ എന്ത് കിട്ടും? LH + BH + LB എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കാണാൻ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്? വോളിയം എന്ന് പറയുന്നത് L × B × H ആണെന്നും ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2LH + 2BH ആണെന്നും ദെൻ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 2LH + 2BH + എന്താണ്? 2LB എന്നും നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഇക്വേഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. ക്യൂബോയിഡിൻ്റെ ഡയഗണലിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് നോക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തറിയാം? ക്യൂബോയിഡിൻ്റെ ഡയഗണൽ ഇക്വേഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് അങ്ങ് പഠിക്കുക. കാര്യം നമ്മൾ ക്യൂബിനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് അല്ലേ. ക്യൂബിൽ ഡിറൈവ് ചെയ്ത കൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂബോയിഡിൻ്റെ ഡയഗണൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? നമ്മൾ നോക്കുമ്പോൾ എന്താ? ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫേസ് ഡയഗണൽ അല്ലേ. അപ്പോൾ ഇത് എല്ലും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? √L² + B². അപ്പോൾ നമുക്ക് ഈ ലെങ്ത് നമുക്ക് മനസ്സിലായി എത്രയാണ്? √L² + B² ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇതാണ് ഒരു ഫേസ് ഡയഗണൽ അല്ലേ. ഇതല്ലേ ഒരു ഫേസ് ഡയഗണൽ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് ഇതെന്താണ്? √L² + B² ആണ്. ഇതെന്താണ്? ഈ ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ. ഇത് H ആണ്. അപ്പോൾ ഇതെന്താ? നമുക്ക് പൈതഗോറസ് തിയറം വെച്ചത് നമുക്കറിയാം എന്താണ്? L² + B² + H² ആണ്. അപ്പം റൂട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? √L² + B² + H². കാര്യം പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് √, എന്താണ്? ബേസ്² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ബേസിൻ്റെ സ്ക്വയർ എത്രയാണ്? L² + B². ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എത്രയാണ്? H². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √L² + B² + H² എന്ന് കിട്ടും. അവിടെ നമുക്ക് മനസ്സിലായി ഡയഗണൽ ഇക്വേഷൻ എന്താണ്? √L² + B² + H² ആണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പോൾ ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വോളിയം എന്ന് പറയുന്നത് L × B × H ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2LH + 2BH ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2LH + 2BH + 2LB ആണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? √L² + B² + H² ആണ്. എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്നുള്ള കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂബോയിഡ് എല്ലാവർക്കും സെറ്റാണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് ഇക്വേഷൻ, ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ കൊടുത്തേക്കുന്നത്? Dimensions of cuboid are 16 cm, 18 cm and 24 cm. Find volume, surface area, TSA and diagonal. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ക്യൂബോയിഡിൻ്റെ ഡയഗണൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ലെങ്ത് നമുക്ക് 16 ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് നമുക്ക് 18 ആയിട്ട് എടുക്കാം, ഹൈറ്റ് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? 24 ആയിട്ട് എടുക്കാം അല്ലേ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം എന്ന് പറയുന്നത് L × B × H ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 × 18 × 24 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മൾ 16 × 18 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 8 48, ബാക്കി 4, 8 1 8, 8 + 4 എത്രയാണ്? 12 അല്ലേ. ബാക്കി ഇവിടെ 6 1, അപ്പോൾ എത്ര കിട്ടി? 8 8 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 288. 288 നമ്മൾ എന്ത് ചെയ്യുന്നു? 24 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു അല്ലേ. അപ്പോൾ 288 24 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗുണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ 24 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? 10 + 10 + 4 എന്ന് എഴുതി കൂടെ?
10 പ്ലസ് 10 പ്ലസ് 4 24. അപ്പോൾ 288 എന്ത് ചെയ്യുന്നു 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും 2880 എന്ന് കിട്ടും. ഒരു പ്രാവശ്യം 10 ആകുമ്പോൾ 2880 എന്ന് കിട്ടും. ഇനി ബാക്കി 4 ഉള്ളത് അല്ലേ. അപ്പോൾ 288 നമുക്ക് എന്ത് ചെയ്യാം 4 കൊണ്ട് അങ്ങ് ഗുണിക്കാം. അപ്പോൾ എത്ര കിട്ടി 8 × 4 32 3 ശിഷ്ടം അല്ലേ. 8 × 4 32 32 പ്ലസ് 3 എത്രയാ 35 ബാക്കി 3 4 × 2 8 8 പ്ലസ് 3 എത്രയാ 11. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 1152. അപ്പോൾ എത്ര കിട്ടി ഇവിടെ 2 8 8 16 5 21 ബാക്കി 2 8 8 16 2 18 1 19 ബാക്കി 1 2 പ്ലസ് 2 4 4 പ്ലസ് 1 5 5 പ്ലസ് 1 6 എത്ര കിട്ടി നമുക്ക് 6912 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് 6192 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത് വോളിയം കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇക്വേഷനിലേക്ക് നമ്മൾ ആ ഒരു കാര്യം കൊടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, സർഫസ് ഏരിയ ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം ഒന്ന് ജസ്റ്റ് ആ ഇക്വേഷനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിചയം വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മൾ ഈ ഷേപ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ മെയിൻസിനും കൂടെ പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ കോൺസെപ്റ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സർഫസ് ഏരിയ. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ് 2LH പ്ലസ് 2BH ആണല്ലേ. 2LH പ്ലസ് BH അല്ലേ 2LH പ്ലസ് 2BH ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം LH വേണം. LH എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിനെ നമുക്ക് 2 × LH പ്ലസ് BH എന്ന് എഴുതാം അല്ലേ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എച്ചിങ് വെളിയെടുക്കാം. എച്ച് വെളിയെടുത്ത് എന്ത് കിട്ടും 2H × L പ്ലസ് B എന്ന് കിട്ടും അല്ലേ. അപ്പോൾ L പ്ലസ് ബി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ് 16 ഉം 18 ആണല്ലേ. അപ്പോൾ 16 പ്ലസ് 18 അപ്പോൾ എത്ര കിട്ടി നമുക്ക് 8 6 14 34. അപ്പോൾ 2 × H എത്രയാണ് 24 × 34. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 48 × 34 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 48 × 34 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 8 4 32 3 ശിഷ്ടം 4 × 4 16 3 19 അല്ലേ. 16 3 19. അപ്പോൾ 8 3 24 ബാക്കി 2 4 × 3 12 12 പ്ലസ് 2 14. അപ്പോൾ എത്ര കിട്ടി 2 9 4 13 ശിഷ്ടം 1 6 1632. അപ്പോൾ നമുക്ക് എത്ര കിട്ടി സർഫസ് ഏരിയ 1632 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ നമുക്ക് കിട്ടും. അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആണ് കാര്യം. വലിയ നമ്പേഴ്സൊക്കെയാണ് വന്നേക്കുന്ന കാര്യം. ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക മാത്രമേ മാർഗ്ഗമുള്ളൂ, വേറെ അല്ലാതെ മാർഗ്ഗമില്ല. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്തോ ഉണ്ട് ഇപ്പം നമ്മുടെ കൈവശം സർഫസ് ഏരിയ ഉണ്ട്. ദെൻ നമുക്ക് വേണ്ട എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് വേണം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു ബേസിൻ്റെ ഏരിയാസ്. ബേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം 16 × 18 എന്ത് ചെയ്യണം 2 ടൈംസ് ആഡ് ചെയ്യണം. കാര്യം ബേസ് ഒരു റെക്റ്റാങ്കിൾ ആണ്, എന്താണ് ടോപ്പ് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 16 × 18 എത്രയാണ് 6 × 8 48 ബാക്കി 4 8 × 1 8 8 4 12 128. ഇവിടെ ഒരു 6 ഇവിടെ ഒരു 1. അപ്പോൾ എത്ര കിട്ടി 8 6 2 8 288. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 1632ൻ്റെ കൂടെ 288 2 പ്രാവശ്യം നമ്മൾ കൂട്ടുന്നു. കാര്യം എന്താ നമുക്ക് ഏരിയ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബേസ് ഉണ്ട് മുകളിൽ ഒരു ബേസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും 8 + 8 16 16 + 2 18 ബാക്കി ശിഷ്ടം 1 3 1 4 അല്ലേ. 8 4 12 12 8 20 ബാക്കി 2 6 2 8 8 2 10 2 12 ശിഷ്ടം 1 1 2 എത്ര കിട്ടി 2208. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 2208 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ചിലപ്പോൾ നമ്മളടുത്ത് വോളിയം ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ നമ്മളടുത്ത് സർഫസ് ഏരിയ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ അടുത്ത് എന്തായിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയഗണലിനെ ബേസ് ചെയ്ത് നമ്മളടുത്ത് പറയുമ്പോൾ ഒരു റൂമിനകത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റോഡിൻ്റെ ഇത് എത്രയാണെന്നൊക്കെ നമ്മളടുത്ത് എന്ത് ചെയ്യാം ചിലപ്പോൾ നമ്മളടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഡയഗണൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കുന്നു. ഡയഗണൽ നമുക്ക് നോക്കാം. ഡയഗണൽ ഇക്വേഷൻ എന്താണ് √L² + B² + H² ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം 16ൻ്റെ സ്ക്വയർ നമുക്ക് വേണം. 16 സ്ക്വയർ എത്രയാണ് 6 6 36 ബാക്കി 3 6 1 6 2 12 3 15 ബാക്കി എത്ര 256 അല്ലേ.
18ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 18 സ്ക്വയർ എത്രയാണ്? ഞാൻ ഈ സ്ക്വയറൊക്കെ എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്നതല്ല, എന്താണ് ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. 8 8 64, ബാക്കി 6, 8 8 × 2 16, 6 22, ബാക്കി 2 എത്ര കിട്ടും? 324 അല്ലേ, 18ൻ്റെ സ്ക്വയർ. ദെൻ 24ൻ്റെ സ്ക്വയർ, 24ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 × 4 16, ബാക്കി 1 8 2 16 1 17, ഇഷ്ടം 1 376. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, എല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 256 പ്ലസ് 324 പ്ലസ് 376 അല്ലേ. 16 ബാക്കി 1 4 2 16 17, ഇഷ്ടം 1 376. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 256 പ്ലസ് 324 പ്ലസ് 376. അപ്പോൾ എത്ര കിട്ടി? 6 4 10 6 16, ബാക്കി 1 5 1 6 6 2 8 8 2 10 5 15, ബാക്കി 1 2 1 3 3 3 6 6 3 9. ഓക്കെ, 900 വരുന്നുള്ളൂ. അവിടെ നമ്മൾ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തോ? 16ൻ്റെ സ്ക്വയർ 256, 18ൻ്റെ സ്ക്വയർ എത്ര? 324, 24ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേനും 576 അല്ലേ. ബാക്കി 1 8 2 16 17 ഇഷ്ടം 1 576 ആണ്. ഓക്കെ, 576 ആണ്. അപ്പോൾ എത്ര കിട്ടി? ബാക്കിയെല്ലാം കറക്റ്റാണ്. 1 2 1 3 3 3 6 6 5 11, എത്ര കിട്ടി? 1156 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ √1156 എന്ന് കിട്ടും. √1156. അപ്പോൾ √1156ൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് റൂട്ട് കണ്ടുപിടിക്കും. ഇതൊരു വലിയ നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ചെറുതാക്കാം. ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? 2 ഇനി വെളിയിലെടുത്താൽ എത്ര കിട്ടും? 5 × 2 10, 7 × 2 14, 1 16, എത്ര കിട്ടി? 578. എഗെയിൻ നമുക്ക് എന്ത് 2 ഇനി വെളിയിലെടുക്കാം. അപ്പോൾ എത്ര ആവും? 4 ആവും. 4 ആയി കഴിഞ്ഞാൽ 2 × 2 4, 1 17 അല്ലേ. 8 2 16, 1 18, 259. അപ്പോൾ 4 × √259 അല്ലേ. അപ്പോൾ 4ൻ്റെ റൂട്ട് നമുക്കറിയാം 2 ആണെന്നറിയാം. 289ൻ്റെ എത്രയാണ് നമുക്കറിയാം? 17 ആണെന്നറിയാം. അപ്പോൾ 17 × 2 34. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈ പറയുന്ന ഡയഗണൽ എത്ര കിട്ടും നമുക്ക്? 34 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്? നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? നമ്മൾ അപ്ലൈ ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യൂബോയിഡാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ക്യൂബോയിഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ അതുകൂടാതെ അതിൻ്റെ വോളിയം, ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഡയഗണൽ തുടങ്ങിയവ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫിഗറുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.